ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. നമുക്കിന്ന് ഗ്രിൽഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ പീസാക്കിയാണ് കട്ട് ചെയ്തത്. അത് കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം കത്തി കൊണ്ട് നന്നായിട്ട് വരട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിലേക്കൊക്കെ മസാല പിടിച്ചോളൂ. അതിലേക്ക് ആവശ്യമായിട്ട് ഇത്രയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുത്ത് ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. ഇനി ഒരു 3 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കുരു കളഞ്ഞ് അതിൻ്റെ നീര് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മുഴുവൻ ഒഴിച്ചു. ഇനി 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായി കുഴച്ച് വെച്ച ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പുളിയും എരിവൊക്കെ ചിക്കനിൽ പിടിച്ചോളും. അപ്പോൾ ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ച് ഇത് മാറ്റിയൊക്കെ കൊടുക്കാം, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ്, വലിയ ജീരകമാണ്, പൊടിച്ച് ചേർത്തു. അതിനുശേഷം ഗരം മസാലപ്പൊടി 1 ടീസ്പൂണും ചേർത്തെടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കണലുണ്ടാക്കിയെടുക്കാം. അതിനായി ചിരട്ട, മരത്തിൻ്റെ കഷ്ണം ഇതൊക്കെ കത്തിച്ചിട്ടാണ് ഞാൻ കണലുണ്ടാക്കുന്നത്. ഈ തീ കെട്ടതിന് ശേഷം ഇതുപോലെ ആയതിന് ശേഷം നമുക്കൊരു ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. നിങ്ങളടുത്ത് ക്ലോസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഗ്രില്ലാണുള്ളതെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണ്ട, ഗ്രില്ല് മൊത്തമായിട്ട് മറിച്ച് വെക്കാവുന്നതാണ്. നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം വെച്ച് കുറേ വെന്തു. ഒരു സൈഡ് വെന്തതിന് ശേഷം ഞാൻ ഫുള്ള് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വേവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഒരേ സൈഡ് അധികം വെച്ച് വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു, ഇനി മറ്റേ സൈഡ് മറിച്ചിടാം. അതിനുശേഷം ഇതിലും ബട്ടർ തേച്ച് കൊടുക്കണം. നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാ സൈഡും നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള പുതിന ചട്നി, മയോണൈസും ടൊമാറ്റോ ചട്നിയൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.